സകലയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ രാത്രിയിലും കർത്താവിൻ്റെ അളവറ്റ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മോട് ഹൃദയമായി സംസാരിക്കും. സ്തോത്രം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, ഈ രാത്രിയിലും വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജെ ജോസഫ്, ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് കർത്താവ് നമ്മോട് ഹൃദയമായി സംസാരിച്ചു. ഈ രാത്രിയിലും ദൈവശബ്ദത്തിനായിട്ട്, ദൈവികമായ ഒരു ഗൈഡൻസിനായിട്ട്, ആലോചനയ്ക്കായിട്ട് വളരെ പ്രാർത്ഥനയോടെ കർത്തൃപാദപീഠത്തിൽ നമുക്ക് ആയിരിക്കപ്പെടാം. സ്തോത്രം. ആമേൻ. കെ ജെ ജോസഫ് പാസ്റ്ററെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിലും തൃപ്പാദപുരം ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ചുമതല വഹിക്കുകയും, സ്തോത്രം, നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ കർത്താവിൻ്റെ വലിയൊരു ദാസനാണ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഈ രാത്രികാലം കർത്തൃദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുവാൻ ദൈവമക്കളാണ് നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയാണ് ശുശ്രൂഷകർക്ക് ശക്തിയും ആമേൻ വെളിപ്പാട് നൽകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് ആയിരിക്കപ്പെടാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് കർത്തൃഫൃത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ദൈവമക്കളെ, ദൈവം സ്തുതിച്ചാട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർ, ഈ സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ സഭയിലെ പാസ്റ്റർ ജോമോൻ എബ്രഹാം കർത്താവിൻ്റെ ദാസനും ഒരുമിച്ച് പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മയെ സംബന്ധിപ്പാനും തന്നിൽ നിന്ന് വിലപ്പെട്ട ആലോചനകൾ കേട്ട് അതിൻ്റെ ആത്മീയ ശുശ്രൂഷയിലും ബലപ്പെടുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് കർത്തൃദിവസം ആലയത്തിൽ ചെന്ന് ആത്മാവിലായപ്പം ദേശത്തുനിന്ന് നാട് കിടത്തി പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാനും ആത്മാവിലായി. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യോഹന്നാൻ ആത്മവിവശനായെന്ന്. സ്തോത്രം. ആത്മാവിൽ വിവശനായെന്ന്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം നോക്കിക്കുക. നമ്മളൊക്കെ തലേ ദിവസം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ തലേ ദിവസം വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ പള്ളിയിൽ ചെന്ന് ആരാധനയുടെ ആ ദിവസം അവർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് ആ ദ്വീപിനകത്ത് ഏകാന്തതയിലും അവനു വേണ്ടി ഇറങ്ങി വന്ന ദൈവകൃപ. അല്ല, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ എവിടെ ഏത് സാഹചര്യത്തിലായാലും അവരെ മറന്നുകളയാത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള നോഗ, ദൈവ തലമുറയിൽ നീതിമാനായി കണ്ട നോഗ, ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞു. താൻ തൻ്റെ ഭവനത്തിൽ പെട്ടകം പണി ആരംഭിച്ചു. ദേശം നിന്ദിക്കാൻ തുടങ്ങി. നോഗയോട് പറഞ്ഞു, നോബേ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പെട്ടകം പണിയുന്നത് ഒന്നീ ആറ്റുതീരത്തോ അല്ലെങ്കിൽ കടത്തീരത്തോ, നീ നിൻ്റെ മിറ്റത്താ പെട്ടകം പണിയുന്നേ. നോഗയോട് പറഞ്ഞു. നോഗ പറഞ്ഞു, എൻ്റെ ദൈവം പറഞ്ഞു എൻ്റെ വീട്ടുമുറ്റത്ത് പണിയാനാ. സ്തോത്രം. നോഗ ദൈവം പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞ അളവിനും തൂക്കത്തിനും ഒത്തവണ്ണം പെട്ടകം പണിതപ്പം നോഗയോട് ദൈവം പറഞ്ഞു, നോഗെ, നിന്റെ പെട്ടകം വെള്ളത്തിൽ തള്ളി ഇറക്കണ്ട, വെള്ളം നിന്റെ പെട്ടകത്തെ പൊക്കും. സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, ഈ 21 ദിവസം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം നമ്മൾ ഉപവസിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. പ്രൈസലോ. നോഗയുടെ പെട്ടകം വെള്ളത്തിൽ തള്ളേണ്ടി വന്നില്ല, വെള്ളം നോഗയുടെ പെട്ടകത്തെ പൊക്കാൻ തുടങ്ങി. ഈ ഉപവാസ ദിവസങ്ങൾ
ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ദൈവഹിത പ്രകാരം നീ ഉപവസിക്കാൻ ആരംഭിച്ചപ്പോഴേ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും വെല്ലുവിളികളൊന്നും കണ്ട് നാം ഭയപ്പെടാതെ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നാം ദൈവസന്നിധി ഒന്ന് വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടേ? ഹല്ലേലൂയ. നോഗ, ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നോഗയ്ക്ക് 3 ആമക്കളാണ്, അവരുടെ 3 പെൺമക്കളുണ്ട്, മരുമക്കളുണ്ട്. പക്ഷെ ഈ ദൈവം പറഞ്ഞ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ച് ദൈവം പറഞ്ഞതുപോലെ മഴ പെയ്യിച്ച് വെള്ളം പോക്കി നോഗയുടെ പെട്ടകത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചപ്പോഴാ നോഗയ്ക്ക് കൊച്ചുമക്കൾ ജനിച്ചേ. സ്തോത്രം. ഞാൻ ആദ്യമേ ചിന്തിക്കുക, ആദ്യമേ നോഗയ്ക്ക് കൊച്ചുമക്കളെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നോഗ കൊച്ചുമക്കളെ കളിപ്പിച്ചുകൊണ്ടിരുന്നേനെ. പക്ഷെ ദൈവത്തിനറിയാം, പണി പൂർത്തീകരിക്കുമ്പം നിന്റെ ഭവനത്തിന്റെ ശൂന്യതയും ഞാൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിക്ക് ദൈവവൈതലേ, ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം. ഈ ഉപവാസം കഴിയുമ്പോൾ ചില വിടുതലുകൾ ഇങ്ങോട്ട് വരാൻ പോകാം, ചില ദൈവപ്രവൃത്തി ഇങ്ങോട്ട് വരാൻ പോകാം, ചില ദൈവിക കരം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കഴിഞ്ഞ ഒരു സഭയെ ചെന്ന് സുരുട്ടിച്ചപ്പം എന്നെ വിളിച്ച് വീട്ടിൽ ചാപ്പാടിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മാമ്മയുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അച്ചായനും അമ്മാമ്മയും പിള്ളേരും കൂടെ പറഞ്ഞു, 2 പിള്ളേരുണ്ട്, പാസയ്ക്കിരയിലെന്ന് പ്രാർത്ഥിക്കാം. അവർ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ അവരോർത്ത് പാസ്റ്റർക്ക് വെളിപ്പാടൊക്കെ ഉണ്ടെന്ന്. എനിക്ക് വെളിപ്പാടുണ്ട്, പക്ഷേ അമ്മാമ്മയോട് അച്ചായനും പറയാനുള്ള വെളിപ്പാടില്ല. പക്ഷേ അവർക്ക് വെളിപ്പാട് കേട്ടേ ഒക്കത്തുള്ളൂ. ഉടനെ ഇങ്ങനോട് പറഞ്ഞു, പാസ്റ്റേ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് നിർത്തിയപ്പോഴേ ചോദിച്ചു എന്തെങ്കിലും കണ്ടോ എന്ന്. പക്ഷെ കണ്ടില്ലെന്ന് പറഞ്ഞ അമ്മാമ്മയുടെ മുമ്പിൽ എൻ്റെ മതിപ്പ് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കണ്ടു. വളരെ സന്തോഷമായി. ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്തോ കണ്ടേ? ഞാൻ പറഞ്ഞു അമ്മാമ്മയും അച്ചായനെയും 2 പിള്ളേരെ എന്ത് ചെയ്തു. മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലാതെ എനിക്കൊന്നും കണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഇല്ലാത്തതുണ്ടെന്നും ഉണ്ടെന്നില്ലാത്തതും പറഞ്ഞ സംഗതി കുഴയും. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അവർക്ക് തൃപ്തി വന്നിട്ട് അവർ പറഞ്ഞു എന്തെങ്കിലും കണ്ടോ എന്ന്. നോക്കണം ദൈവമക്കളെ, ഞാൻ പറഞ്ഞു കാണാത്തത് കണ്ടെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ വിടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷമായി. പക്ഷേ ഞാൻ പറഞ്ഞു അമ്മാമ്മയും കണ്ടു, അച്ചായനെയും കണ്ടു, പിള്ളേരെയും കണ്ടു, ഇനി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അനുഗ്രഹിക്കും. 100 രൂപ കൂടുതൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം, അവന് നമ്മെ നല്ലതുപോലെ അറിയാം. അവന് നമ്മുടെ സ്ഥിതി അറിയാം, അവന് നമ്മുടെ അവസ്ഥ അറിയാം. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കണ്ടാലേ കണ്ടെന്ന് പറയാനൊക്കത്തുള്ളൂ. കാണാതെ കണ്ടെന്ന് പറഞ്ഞ അവസാനം നീയും കുഴയും, കേട്ട അമ്മാമ്മയും കുഴയും. സ്തോത്രം. ഇന്ന് പകൽ സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം, അതിൻ്റെ 20-ാമത്തെ വാക്യം കണ്ണ് കാണാവുന്ന ഒരാൾക്ക് വായിക്കാം. കേൾക്കും തോറും അവർ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നകന്നകന്നു പോയ ജനത്തിൻ്റെ സ്ഥിതി ദൈവം ഒന്ന് വീക്ഷിച്ചു. നോക്കണം, അവിടെ ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സൂത്രത്തിന്മേൽ സൂത്രം. അതിൻ്റെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 28-ന്റെ 10 മുതലാണ് വായിക്കാൻ പറഞ്ഞേ. ആ ആ ആ ആ ആ ആ ആ നോക്കണം. അപ്പൊ ദൈവികമായ പ്രവൃത്തിയും അതിൻ്റെ കരുതലുമൊക്കെ കണ്ടിട്ടും പലപ്പോഴും ദൈവത്തിൽ നകന്ന് ദൈവ വഴിയിൽ വരാതെ അവർ ദൈവത്തിൽ നകലുകയാണ്. അപ്പൊ ഇത് കണ്ട ദൈവം തൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരെ, പ്രവാചകന്മാരുടെ അവിടെ അടുക്കിലേക്ക് അയച്ചു. അവരോട് ഇങ്ങനെ പറഞ്ഞു. അതൊക്കണം, അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഈ ജനത്തോട് ദൈവം സംസാരിച്ചു. സ്തോത്രം. നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. നിങ്ങൾക്കൊരു വിടുതൽ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ഇല്ല, അവർ ദൈവവചനം അനുസരിച്ചില്ല. വീണ്ടും അവരോട് ഇടപെട്ടു. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്, അതുകൊണ്ട് യെരൂശലേമിലെ ഈ ജനത്തിൻ്റെ അധിപതിയായ പരിഹാസികളെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾക്കണം.
ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ചൈതന്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ സ്ഥിതി മാറണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. സ്തോത്രം. ഇത് അവർ കേൾക്കായിക വന്നപ്പം വീണ്ടും അവരോട് പറഞ്ഞു. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകാതിരിപ്പാൻ നിങ്ങൾ പരിഹാസികളാകരുത്. കേട്ടിട്ടും കേൾക്കാതെ, കണ്ടിട്ടും കാണാതെ ദൈവത്തോടടുത്ത് പ്രാപിക്കേണ്ട ജനം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പം ദൈവം അവരോട് പറയുന്നു, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകാതിരിപ്പാൻ നിങ്ങൾ പരിഹാസികളാകരുത്. എന്നിട്ടും ഈ ജനത്തിന് ദൈവത്തോടടുക്കുവാനോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനോ കഴിയാതെ അവരായിരിക്കുമ്പോൾ ദൈവം പ്രകൃതിയിൽ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു. ഇതേ അധ്യായത്തിലുണ്ട്. നോക്കണം. നില ഉഴുവാൻ പോകുന്നവൻ ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ ഒരു പ്രാവശ്യം ഉഴുന്നു, പിന്നെ അതിൻ്റെ കട്ട ഉടയ്ക്കുന്നു, പിന്നെ അത് നോക്കണം, അത് വെള്ളം നിറച്ചിട്ട് പിന്നെ ആ വിത്ത് വിതയ്ക്കാനുള്ള പാകമാക്കുന്നു. അപ്പം ഈ ഉഴുന്നവൻ ചുമ്മാ ഉഴുതോണ്ട് നിൽക്കുന്നില്ല, അതിനൊരു വളർച്ചയുണ്ട്. ഉഴുന്നു, കട്ട ഉടയ്ക്കുന്നു, പിന്നെ അവിടെ ആ ഭാഗത്തുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു. എന്നിട്ട് ജീരകം, ഗോതമ്പ് ഇതൊക്കെ അവിടെ വിതറുന്നു, അതും മുളച്ചു വരുന്നു. ദൈവത്തിൻ്റെ ആ കരുതലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ആയിട്ടും വീണ്ടും അവരോട് പറയുന്നു, ഇനി ഈ നട്ടതെല്ലാം പാകമാകുമ്പോൾ ഈ നടാൻ വേണ്ടി ഉപയോഗിച്ച രീതിയല്ല ഈ ഫലമെടുക്കുന്നത്. ദൈവം പറയാണ്, കരിഞ്ചീരകവും ജീരകവും ഒക്കെ ഇതിനെ നോക്കണം, മെതിവണ്ടി കയറ്റി ഉടച്ച് ഇതിനെ നശിപ്പിക്കുന്നവനല്ല ഞാൻ, അതിനെ കോലുകൊണ്ടും വടി കൊണ്ടും അടിച്ചാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവിക കരുതലിൻ്റെ നന്മ ഇവർക്ക് വെളിപ്പെടത്തക്കവണ്ണം, മനസ്സിലാക്കത്തക്കവണ്ണം ദൈവം ഇവരോട് ഇടപെട്ടിട്ടും ഇവർക്കൊരു മടങ്ങി വരവില്ല, ഇവർക്കൊരു യഥാസ്ഥാനമില്ല, ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഈ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കരുണയുള്ള ദൈവം അവരോട് പറയുന്നു. 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദൈവമക്കളെ നോക്കി അവിടെ വായിക്കും. അതും ഏതാ ഈ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ജനൻ മടങ്ങി വന്നാൽ നിങ്ങളെ ഞാൻ ഇങ്ങനെയാ കരുതുന്നത്. നിങ്ങൾ എത്രത്തോളം പിന്മാറിപ്പോയാലും നിങ്ങളെ നശിപ്പിക്കുന്നവനല്ല ഞാൻ, നിങ്ങളെ കരുതുന്നവനാ ഞാൻ. നോക്കണം, അതും ദൈവമായ യഹോവയിൽ നിന്ന് വരുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവവൈതലേ, വചനം പറയുന്നു, അവൻ ആലോചനയിൽ. കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ അതിശയത്തിൻ്റെ ആലോചന ഇത്രയും തല ഉയർത്തി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകിയത് എത്ര പേർക്ക് സന്തോഷമുണ്ട്. അവൻ ആലോചനയിൽ അതിശയവാനും. അടുത്ത വാക്യം, ജ്ഞാനത്തിൽ ഉത്കൃഷ്ടനുമാകുന്നു. സ്വത്രം. അപ്പം ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ ആ കരുതലിൻ്റെ നന്മ അവർക്ക് വെളിപ്പെടുത്തി. ഈ ജനത്തെക്കുറിച്ചാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം. നമ്മൾ വായിച്ചത് 20-ാമത്തെ വാക്യം. ഈ ജനം ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും അവരുടെ ആ ജീവിതത്തിൻ്റെ ചുരുങ്ങിയ കാര്യത്തെക്കുറിച്ച് പ്രവാചക ഭാഷയിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. 20-ാമത്തെ വാക്യം, കിടക്ക ഒരുത്തന് നിവർന്നു കിടപ്പാൻ നീളം പോരാത്തതും. നമ്മളെയൊക്കെ ചോദിച്ചാൽ പാസ്റ്റർ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, ഞങ്ങളെക്കാളും നീളമുള്ള കിടക്കയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷേ പ്രവാചകൻ നോക്കി, ദൈവം നോക്കിയപ്പോൾ പറയാം, മക്കളെ കിടക്കാൻ തുടങ്ങിയപ്പോൾ നല്ല നീളമായിരുന്നു, രക്ഷിക്കപ്പെട്ടപ്പം നല്ല നീളമാണ്, പക്ഷേ ഇപ്പം ചുരുങ്ങി ഞാൻ ആകെപ്പാടെ അട്ട പോലെയായി. ദൈവം നോക്കിയപ്പോൾ പറയാ, കിടക്ക നല്ലതാ, പക്ഷെ ഇപ്പം എന്തോ ഇല്ല, നിവർന്ന് കിടക്കാൻ നീളം പോലെ. എന്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കിടക്കയുടെ നീളം കുറയുന്നു? ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ സ്തുതിക്കാവോ? ആരും ദേഷ്യപ്പെടേണ്ട, പറഞ്ഞ സമയത്ത് ഞാൻ നിർത്താം. ദൈവമക്കൾ ശ്രദ്ധിക്ക്. അല്ലെങ്കിൽ കിടക്കയുടെ നീളം കുറയാൻ കാര്യമെന്താ? നമ്മൾ ഒരിക്കലും ചുരുങ്ങി ക്ഷീണിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഒന്ന്, അവരുടെ കിടക്കയുടെ നീളം കുറയുവാൻ, ചുരുങ്ങുവാൻ കാര്യം, നിവർന്നു കിടക്കുവാൻ കഴിയാത്തതിൻ്റെ കാര്യം ഒന്നെടുത്ത് വായിച്ച് 2 തിമത്തിയോസ് 3:16 ഒന്ന് വായിച്ച്. 2 തിമത്തിയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യർ മതി. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന കിടക്കയുടെ നീളം കുറയാൻ കാര്യം, ദൈവമക്കളെ, അവിടെ നമ്മൾ വായിച്ച തിരുവെഴുത്ത് മുഴുവനായി വിശ്വസിക്കാതിരുന്നാൽ
നമ്മുടെ കിടക്കയുടെ നീളം കുറയും. സ്തോത്രം. ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവൻ്റെ കുറവിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷെ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുറവിൽ അവൻ തൃപ്തിപ്പെട്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെ പോകാനല്ല 21 ദിവസം ഇവിടെ ഉപവാസം വെച്ചത്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം പൂർണ്ണമായി നാം അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കിടക്കയുടെ നീളം കുറയും. പ്രൈസലോ. ഈ ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ ആദ്യകാലത്തെ ആത്മീയ അനുഭവത്തിൻ്റെ സന്തോഷം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ തിരുവെഴുത്ത് പൂർണ്ണമായി നാം വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ കിടക്കയുടെ നീളം കൂടാൻ തുടങ്ങും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മുടെ കിടക്കയുടെ നീളം കുറയാൻ കാര്യം ഒന്നെടുത്ത് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ വാക്യം. യോഹന്നാൻ 6:53 പറയുന്നു. കണ്ടോ? അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കാതിരുന്നാൽ, അവിടെ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ എന്തില്ല? ജീവനില്ല. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ദൈവ പൈതലേ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞു, അച്ഛൻ എപ്പോഴും ഫോൺ ചെയ്താലും ഭയങ്കര ദേഷ്യ ഭാഷ, ഒരു സമാധാനവും തരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അച്ചായം പറയുന്നത് നീ കേട്ടോണ്ടിരിക്കണം. ഉള്ളിനകത്ത് യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യണം? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ഹല്ലേലൂയ. നീ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന പകയുടെ ആത്മാവിനെ സ്വർഗം അങ്ങ് മൂടും. എന്ന് വെച്ചാൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ പാത്രം കൊണ്ട് മൂടിയാൽ ഉടനെ കെട്ടുപോകുന്ന പോലെ ഇവൻ്റെ ആ കോപം മാറും. പക്ഷേ ഇന്ന് രാവിലെ വിളിച്ചു പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ഉള്ളിനകത്ത് പതുക്കെ അങ്ങ് രക്തത്തിൽ ആശ്രയിച്ചപ്പം ഇന്ന് രാത്രി വിളിച്ചപ്പം നല്ല സന്തോഷം. മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കാതിരുന്നാൽ അതിൻ്റെ വില നമുക്ക്, അതിൻ്റെ ഗുണം മനസ്സിലാക്കി ആ യേശുവിൻ്റെ രക്തത്തിൽ നീ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കിടക്കയുടെ നീളം കൂടാൻ തുടങ്ങും. പക്ഷേ ആശ്രയിക്കാതിരുന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അത് കുറഞ്ഞു വരും. ഈ ഉപവാസം കഴിഞ്ഞ് ദൈവമക്കളെ നമ്മളെ ഒന്ന് നമ്മുടെ കിടക്ക എങ്ങനെയുണ്ട്, പുതപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാനുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അപ്പോൾ രണ്ടാമതായി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കിടക്കയുടെ നീളം കുറയും. ഇനി മൂന്നാമതായി ഒന്നെടുത്ത് വായിച്ച് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഒന്ന് പെട്ടെന്ന് വായിച്ചേ. കണ്ടോ? ആത്മാവിൽ നിറഞ്ഞവരായി. ദൈവമക്കളെ, നമ്മുടെ കിടക്കയുടെ വിശ്വാസത്തിൻ്റെ നീളം കൂടണമെങ്കിൽ നാം ആത്മാവിൽ നിറഞ്ഞവരായി. എപ്പോഴും ചിന്തിക്കും, ക്ഷീണിച്ച് തളർന്നൊക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോയിരുന്നും ഒരു പാട്ടുമൊക്കെ പാടി 2-3 അന്യഭാഷയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ബലപ്പെടുമ്പോൾ വലിയ ഒരു ഉശിരാ വരുന്നത്. ഹല്ലേലൂയ. അവിടെ പ്രായം വിഷയമല്ല, സാഹചര്യം വിഷയമല്ല. ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ നമ്മുടെ കിടക്കയുടെ നീളം കുറയും. മനസ്സിലായവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്ന് ദൈവമക്കളെ എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ, ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. നമ്മൾ ചുരുങ്ങി പോകേണ്ടവരല്ല, തല ഉയർത്തി നിൽക്കേണ്ടവരാ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മൂന്നാമത് നമ്മൾ വായിച്ചത്, ആത്മാവിൽ നിറയാതിരിക്കുമ്പോൾ നമ്മുടെ കിടക്കയുടെ നീളം കുറയും. ഇനി നാലാമതായി ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 53:5. യെശയ്യാ പ്രവചനം 53:5 ഒന്ന് വായിച്ച് നോക്കണ്ട. വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആകയാൽ വായിച്ചോ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. അടുത്ത വാക്യം നോക്കണം. ദൈവത്തിൽ കൂടെ പ്രാപിക്കാനുള്ള രോഗശാന്തിയിൽ വിശ്വസിക്കാതിരുന്നാൽ നമ്മുടെ കിടക്കയുടെ നീളം കുറയും. കാരണം
നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും അത് ഉണ്ടെന്ന്, നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രോഗശാന്തി ഇന്ന് നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവമക്കൾ ഓർക്കണം, ഇന്ന് അനേക പ്രിയപ്പെട്ടവർ കഷ്ടതയുടെ നടുവിൽ പോരാട്ടത്തിൻ്റെ മധ്യേ രോഗത്തിലൊക്കെ ആകുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവിക രോഗശാന്തി ഇന്നും പ്രാപിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഇല്ലെന്ന് നീ വിശ്വസിക്കരുത്. ഇന്നും ദൈവിക രോഗശാന്തി ദൈവസഭയിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ ദൈവം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ആ ചുരുങ്ങിയ മനോഭാവത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ഹല്ലേലൂയ! അത് നമുക്ക് കണക്കിന് ലക്ഷക്കണക്കിന് പേര് ദൈവ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ നിവർന്ന് കിടപ്പാൻ കിടക്കയുടെ നീളം നിനക്ക് കുറഞ്ഞു പോയെന്ന് നീ ചിന്തിച്ചാൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിയിൽ, ദൈവമേ നിന്റെ ആ സൗഖ്യത്തിൻ്റെ നിന്റെ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിയിൽ ഈ 21 ദിവസം ഉപവാസത്തിൽ ചില രോഗശാന്തി ഇവിടെ നടക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ! ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കിടക്കയുടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ചുരുളും അതായത് കൂനി അവസ്ഥ മാറണമെങ്കിൽ നാം രോഗശാന്തിയിൽ വിശ്വസിക്കണം. ആമേൻ! എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ! ഇനി 5-ാമതായി ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ നോക്കണം അവിടെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ വിശ്വസിക്കാതെയും ഒരുങ്ങാതെയും ഇരുന്നാൽ നമ്മുടെ കിടക്കയുടെ നീളം കുറയും. ആമേൻ! കർത്താവ് പറയാ, ഞാൻ പോയി സ്ഥലം ഒരുക്കി പിന്നെയും നിങ്ങളെ എന്ത് ചെയ്യും? ചേർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ 2-ാമത്തെ വരവും അതിനുവേണ്ടി നാം ഒരുങ്ങാതെ ഇരുന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കിടക്കയുടെ നീളം കുറയാൻ തുടങ്ങും. എൻ്റെ കർത്താവ് വരാൻ സമയമായി. ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവൻ്റെ വരവ് വാതുക്കലാണ്. ഈ ഉപവാസ ദിവസങ്ങൾ നാം അത് ഓർക്കണം. എൻ്റെ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ! നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം വിശ്വസിക്കണം. അതിനായി നാം ഒരുങ്ങണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത്, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം! അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, നോക്കണം, ഒരുത്തന് നിവർന്ന് കിടപ്പാൻ കഴിയാത്ത, സ്തോത്രം, അവൻ്റെ കിടക്ക. അതിനെക്കുറിച്ച് ഞാൻ 5 കാര്യം പറഞ്ഞത്. കാര്യം എന്താണ്? ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവൻ്റെ കുറവിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ആ കുറിവാക്യത്തിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് വായിച്ചത്. സ്തോത്രം! 20-ാമത്തെ വാക്യത്തിൽ പുതപ്പ് വീതി പോരാത്തത്. സ്തോത്രം! നമുക്ക് നല്ല തണുപ്പ് സമയത്തൊക്കെ ഈ പുതപ്പൊക്കെ വീതിയില്ലാത്ത പുതപ്പ് കിട്ടിയ ഹൈറേഞ്ചിലൊക്കെ താമസിച്ച കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര ചവിട്ടി പിടിച്ചാലും വീതിയില്ലാത്ത പുതപ്പാണെങ്കിൽ പുതപ്പ് കീറുന്നതല്ലാതെ തണുപ്പ് മാറത്തില്ല. ഹല്ലേലൂയ! ആത്മീയ ചൂട്, സ്തോത്രം, അങ്ങനെയാ. ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ കേരളത്തിൽ കൂടെ, ഞാൻ ഹൈറേഞ്ച് കട്ടപ്പന നെടുങ്കണ്ടത്തൊക്കെ എൻ്റെ ഉപ്പാപ്പന്മാർ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവരുടെ ആ അവസ്ഥയൊക്കെ അതിനോട് അങ്ങ് ചേർന്നു. പക്ഷെ നമ്മളൊക്കെ അങ്ങോട്ട് ചെന്നാൽ വായു വെള്ളം കൊള്ളത്തില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പം അവർ തരുന്ന പുതപ്പൊക്കെ എടുത്ത് പുതച്ചാലും നമ്മുടെ തണുപ്പ് മാറത്തില്ല, അത്രയ്ക്ക് തണുപ്പാണ്. ഒരു പക്ഷേ വീതിയും കൂടെ കുറവാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ പുതപ്പാകുന്ന ഹൃദയവിശാലത ഇല്ലെങ്കിൽ, വല്ലതൊക്കെ മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ! ഞാനെപ്പോഴും പറയും, ദൈവമക്കളെ, ദൈവജനത്തിന് ഏറ്റവും വലിയ സുഖമെന്ന് പറഞ്ഞ ആരാധനയാണ്. ആമേൻ! ദൈവമക്കളെ സുഖം എന്തുവാ? ആരാധനയാണ്. ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സുഖമില്ല. ഞാൻ ഈ പ്രകൃതിയെക്കുറിച്ച് പറയാം. ഈ ആറ്റുമീനിന് 6 സുഖം, ചേറ്റുമീനിന് ചേറു സുഖം, പറവജാതിക്ക് ആകാശം സുഖം, പിന്നെ കാട്ടുമൃഗങ്ങൾക്ക് കാട് സുഖം. പക്ഷേ അല്ലെങ്കിൽ ജഡീകന് കമ്മറ്റി സുഖം, ആത്മീയൻ എന്തോ സുഖം. ഇനി ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! നമുക്ക് ഇത്
ഇതിനകത്ത് എന്നാക്കെ നടന്നാൽ ഒരു വിഷയമല്ല. നമ്മുടെ വിഷയം ആരാധന. കാരണം നമ്മളെ വിളിച്ചത് ആരാധിച്ച് അങ്ങനെ പോകണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മറ്റുള്ളവർക്ക് ഈ പ്രകൃതിയിൽ തന്നെ പലതിനും പല സുഖമാണ്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് നോക്കണം, പുതച്ച് തണുപ്പ് മാറ്റാൻ പുതപ്പിന് വീതി കുറയുന്നതിൻ്റെ കാര്യം നമ്മുടെ ഹൃദയവിശാലത കുറഞ്ഞാൽ. സ്തോത്രം. ഒരു വിഷയം വരുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഇതിനകത്തും ആരോ പ്രാർത്ഥിക്കുന്ന കേട്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ടെന്ന് ഞാനങ്ങനെ കേട്ടതാണോ എനിക്കറിയാം. കേൾവി ഇച്ചിരി കുറവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ത്തുന്ന എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാ? പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിലാവൊരു സ്വത്രം പറഞ്ഞ് ഞാനൊരു സഭയിൽ ചെന്നപ്പം 5 വർഷം ഇരുന്ന് അവിടെ ചെന്നപ്പോൾ തൊട്ട് അവിടുത്തെ അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയും ഞാൻ പാസ്റ്ററെ താഴ്ത്തി തരുന്നു. ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു കുഴപ്പം, എനിക്കൊരു സങ്കടം. ദൈവമേ, എന്നെ മാത്രം പുള്ളി താഴ്ത്തിയിട്ട് മറ്റുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്നെയല്ലേ താഴ്ത്താൻ നോക്കൂ. മറ്റുള്ളവരെ താഴ്ത്തി അവർ വിടത്തില്ല. 5 വർഷം പുള്ളി എന്നെ താഴ്ത്തി, ഇപ്പോഴും പുള്ളി താഴ്ത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെയൊക്കെ ഇതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രത്യേകത ആ പ്രാർത്ഥനയിലുള്ള താഴ്ത്തലല്ലാതെ നമുക്കൊരു താഴ്ത്തലുമില്ല. പക്ഷെ നമ്മൾ ശരിക്ക് ദൈവസനി താണിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ തമ്പുരാൻ പറഞ്ഞു, മക്കളെ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. അപ്പം നമ്മളെ വിളിച്ചത് ചാകാനാ. ചത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? ഫലം. മനസ്സിലായവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ സമയം തീരാറായി. ഇവിടെ നമ്മൾ വായിച്ചത് ആ 20ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, കിടക്ക ഒരുത്തന് നിവർന്നു കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതുമാകും. ഇനി നമുക്ക് അടുത്തതായിട്ട് പുതപ്പിൻ്റെ വിഷയത്തിലേക്ക് വരാം. ക്രിസ്തീയ ജീവിതത്തിൽ പുതപ്പിൻ്റെ വീതി കുറയുന്ന അവസ്ഥ എപ്പോഴാണ്? ഒന്നെടുത്ത് വായിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം ഒരാൾ വായിച്ച്. വെളിപ്പാട് പുസ്തകം 13-ന്റെ 8. എന്തുകൊണ്ട് പുതപ്പിൻ്റെ വീതി കുറയുന്നു? നോക്കണം, ഇവിടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. നമ്മെ വീണ്ടെടുപ്പിൻ്റെ നോക്കണം. നമ്മൾ പത്രോസ് പറയുന്നു, ലേഖനത്തിൽ വായിക്കുന്നു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി അടിഞ്ഞു പോകുന്ന മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറി എന്ന് വെച്ചാൽ ആ ശ്വാസപ്പെരുപ്പം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഈ വിലയേറിയ എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം അത്ര വിലയുള്ളതാ. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പുതപ്പിൻ്റെ വീതി എവിടെ കുറയുന്നു? ദൈവമക്കളെ, നമ്മൾ ഒന്നാമതായി കേട്ടത് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. ഇന്ന് ആത്മീയ വിശാലതയുള്ളവരൊക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഈ പാപമൊന്നും ജീവിക്കാനൊന്നും ആർക്കും ഒക്കത്തില്ല. നിങ്ങൾ പറയുന്നത് പോലെ സുവിശേഷം പറഞ്ഞ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ പാപം ചെയ്യാതെ ജീവിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവൻ, ശ്രദ്ധിച്ച് കേട്ടോണം, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവൻ, അവൻ കണ്ണിന് കാണുന്നതിൻ്റെ എല്ലാം പുറകെ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാതിരുന്ന പാപം ചെയ്യാതെ എന്ത് ചെയ്യാം? യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്ത വ്യക്തി അവൻ്റെ കണ്ണിന് കാണുന്നതിൻ്റെ എല്ലാം പുറകെ ഹൃദയത്തെ വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ചാൽ പാപം ചെയ്യാതെ ഈ ഭൂമി ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയുന്നതിൻ്റെ കാര്യം എന്താണ്? വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിനെ നാം സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ വിശാലതയാകുന്ന പുതപ്പിൻ്റെ വീതി കുറയുവാനിടയാകും. ഈ ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കൂടണം. സ്തോത്രം. രണ്ടാമതായി ഒന്നെടുത്ത് വായിച്ച് എബ്രായർക്കെതിരെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യം ഒന്ന് വായിച്ച്. നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയുന്നതിൻ്റെ കാര്യം എന്താ? എബ്രായർ 9-ന്റെ 13-ഉം 14-ഉം. ആ ആ ആ ആ
ആ നോക്കണം, അതിൻ്റെ ചുരുക്കിയ അർത്ഥം ഞാനങ്ങ് പറയാം. ദൈവമക്കളെ ശുദ്ധീകരിക്കുന്ന, നോക്കണം, സകലരെയും തൻ്റെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കാതെ. നേരത്തെ ഞാൻ പറഞ്ഞു, ആ കിടക്കയുടെ നീളത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രക്തത്തിൽ ആശ്രയിക്കാതെ. ഇവിടെ പറയുന്നു ഈ പുതപ്പിൻ്റെ വീതി കൂടണമെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നു സകലരെയും തൻ്റെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. ഇന്ന് പകൽ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചിന്തിക്കണം, നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണം, വിശ്വസിക്കണം, അതുപോലെ ആശ്രയിക്കണം. വിഷയങ്ങളൊക്കെ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദൈവമക്കളെ ചുരുങ്ങിപ്പോകുന്ന ഭയപ്പെടുന്ന അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമോ, നിശ്ചയമായും നമുക്കൊരു വിശാലത തരുവാൻ നമ്മുടെ ദൈവശക്തനാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇന്നു മുതൽ ദൈവമക്കളെ, അതാ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി, അതാ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇനി നമ്മുടെ പുതപ്പിൻ്റെ വീതി കൂടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് വായിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ന്റെ 23-ഉം 24-ഉം. ആ ആ ആ അപ്പോൾ ഇവിടെ വായിച്ചതിങ്ങനെയാണ്: കഴിഞ്ഞ നാളുകളിൽ വന്നുപോയിട്ടുള്ള പാപത്തിൽ നിന്നും കഴുകലും ശുദ്ധീകരണവും പ്രാപിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. എന്നാൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരാത്മീയ വിശാലത തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവമക്കളെ, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയുണ്ട്? നമ്മുടെ നിവർന്ന് കിടപ്പാൻ കിടക്ക പോരാത്തതാണോ? പുതച്ച് തണുപ്പ് മാറ്റുവാൻ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറവാണോ? ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടതുപോലെ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ വന്നുപോയിട്ടുള്ള പാപത്തിൽ നിന്ന് കഴുകലും ശുദ്ധീകരണവും പ്രാപിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഏലിയാവിൻ്റെ കൂടെ നടന്ന ഏലീശയുടെ മുൻപിൽ ഏലിയാവ് പുതപ്പെടുത്ത് യോർദാനെ വിഭാഗിച്ചു. തിരിച്ചു വന്നപ്പം അല്ലെങ്കിൽ ഏലീശ ഈ പുതപ്പ് മടക്കിയില്ലയോ? ഇത്രേ ചോദിച്ചുള്ളൂ. ഏലിയാവിൻ്റെ ദൈവം എവിടെ? ദൈവവൈതലെ കണ്ടതുകൊണ്ട്, അനുഭവം ഉള്ളതുകൊണ്ട്, തൻ്റെ ഗുരു കാണിച്ചു തന്ന മാതൃക കണ്ടപ്പം തനിക്കൊരു കാര്യം മനസ്സിലായി. ഏലീശ യോർദാനെ അടിച്ചപ്പം പുതപ്പ് മടക്കി അടിച്ചതായി കാണുന്നില്ല, പക്ഷേ ഏലിയാവ് അടിച്ചു. ഗുരു ചെയ്തത് കണ്ടപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ ദൈവം എവിടെ? ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ ജീവിതാനുഭവത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ആത്മീയ കാഴ്ചദോഷമുണ്ട്. ഈ ദൈവത്തിൽ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പുതപ്പിൻ്റെ നീളം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വീതി കുറവാണെങ്കിൽ, നാം എന്താണ് ഇവിടെ വായിച്ചത്? കഴിഞ്ഞ നാളുകളിൽ വന്നുപോയിട്ടുള്ള പാപത്തിൽ നിന്നും കഴുകലും ശുദ്ധീകരണവും പ്രാപിക്കാതിരുന്നാൽ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറയും. സ്തോത്രം. ഇനി നാലാമതായി ഒന്ന് വായിച്ചേ, 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം ബാക്കി ഒന്ന് വായിച്ചേ. ആ ആ ആ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: പാപം നിറഞ്ഞ ലോകത്തിൽ പാപം ചെയ്യാതിരിപ്പാൻ നാം ശ്രമിക്കണം. പാപം ചെയ്താൽ നമ്മുടെ പുതപ്പിൻ്റെ വീതി കുറഞ്ഞു പോകും. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അല്ലെങ്കിൽ ദൈവവൈതലേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ വിശാലത വെളിപ്പെട്ട് വരണമെങ്കിൽ നാം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കണ്ണിന് കാണുന്നതിൻ്റെ മുമ്പിലെല്ലാം നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. നാം ആത്മീയരാണെന്നും നാം അതിനൊത്തവണ്ണം വിശ്വസ്തയോടെ നിന്നാൽ നമ്മുടെ പുതപ്പിൻ്റെ നീളം കൂടാൻ പോകുകയാണ്. സ്തോത്രം. നമ്മൾ ചവിട്ടി നീട്ടി വലിച്ച് ആകപ്പാടെ പ്രശ്നമുണ്ടാക്കണ്ട. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നാലാമതായി, പാപം നിറഞ്ഞ ലോകത്തിൽ പാപം ചെയ്യാതിരിപ്പാൻ ദൈവമക്കളെ നാം സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ പുതപ്പിൻ്റെ നീളം വീതി കൂടുക തന്നെ ചെയ്യും. ഇനി 5-ാമതായി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 26-ന്റെ 3-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം.
സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്, അവിടെ വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ സമാധാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 3 വിധത്തിലാണ്. ഒന്നാമത്തെ സമാധാനം ദൈവത്തോടുള്ള നമ്മുടെ സമാധാനം. 2 ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വ്യക്തിപരമായ സമാധാനം. 3 പരസ്പര സമാധാനം. അപ്പം ദൈവത്തോട് സമാധാനം പ്രാപിച്ച വ്യക്തിക്ക് അവൻ്റെ ആത്മീയ ജീവിതത്തിൽ കലക്കത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകത്തില്ല. കാരണം അവൻ വ്യക്തിപരമായ സമാധാനമുണ്ട്. ആ വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പരസ്പര സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവൻ. ഇനി നിങ്ങൾ പറഞ്ഞ ബാക്കി. അപ്പം നമ്മൾ നോക്കണം, നമ്മൾ വ്യക്തിപരമായി സമാധാനം പ്രാപിച്ചു, അല്ലെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമ്മൾ പ്രാപിച്ചു. അത് നമ്മൾ സഭ കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ആ സമാധാനം വെളിപ്പെട്ട് വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവദാസൻ തന്ന സമയം തീരാറായി. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കിടക്ക ഒരുത്തന് നിവർന്ന് കിടപ്പാൻ നീളം പോരാത്തതും ആകും. ഇന്ന് ദൈവമക്കളെ പുതപ്പാൻ നീളം കുറഞ്ഞതുമായി തീരും. ഇന്ന് രാത്രി ഈ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവൻ്റെ കുറവിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ നികത്തി തൃപ്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നമുക്ക് നോക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഉപവാസ ദിവസങ്ങൾ നമ്മുടെ കിടക്കയുടെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതം ചുരുങ്ങിയ അനുഭവമല്ല, അതിനൊരു വിശാലത ദൈവം നമുക്ക് തരണം. അതുപോലെ നമ്മുടെ ഈ ഉപവാസ ദിവസത്തിൽ നമ്മുടെ പുതപ്പ് വീതി കുറയാൻ പാടില്ല. നമ്മൾ ആത്മീയ വിശാലത ദൈവം നമുക്ക് തരണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്കതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം തന്ന ദൈവദാസന്മാർക്ക് സഭയോട് ഞാൻ നന്ദിയുള്ളവനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കേൾക്കപ്പെട്ട ദൈവദൂതന് മുൻപാകെ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കിടക്കയുടെ നീളം പോരാതെ വണ്ണം, പുതപ്പിൻ്റെ വീതി പോരാതെ വണ്ണം, കുറഞ്ഞു പോകുന്ന അനുഭവങ്ങളെ കണ്ടുണർന്നുകൊണ്ട് ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചല്ലോ. ഈ രാത്രികാലം സ്തോത്രം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ, നമ്മുടെ ബലഹീനത കണ്ടുണരുവാൻ, ദൈവകാര്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പുതുക്കി പ്രതിഷ്ഠിപ്പാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നലകളുടെ വിടുതലല്ല, ആമേ സ്തോത്രം, ഇന്നലകളുടെ ശക്തിയല്ല, അതിനപ്പുറമായിട്ട് ദൈവം നിന്നെ ശക്തീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിൻ്റെ ജീവിതത്തിൽ വിടുതൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ജയോത്സവമായിട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ആവശ്യപ്പെടുന്നു, ആർ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരും, ഞാൻ അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ട് ഒരു അത്ഭുതം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വിടുതൽ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞാൻ ഒന്നുമില്ല, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, ഈ ലോകത്തിന് മുൻപാകെ എനിക്ക് ഉയർത്തി കാണിപ്പാൻ ഒന്നുമില്ല. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ, അങ്ങയുടെ നാമം, അങ്ങയുടെ വചനം മാത്രമേ എനിക്ക് ഉയർത്തുവാനുള്ള. കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്റെ മേൽ കരം വെക്കുന്ന രാത്രിയാ. ആമേൻ. എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ എന്റെ കരം ഞാൻ നിന്റെ മേൽ വെക്കാൻ പോവുകയാ. ഒരുപക്ഷെ നീ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം, എന്നാൽ ദൈവം പറയുന്നു, ശക്തനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെസ്. ആടവരംദല ബൗഡവരാബല ഇകാരാബ ശംദാരാബ ദീവല ബൗഡവരീകവരംദല ബൗഡവരാബല അടവാരംദ വൈഡാരാബ ജീകാരാബ. ഈ കേട്ട വചനം ഒരിക്കലും വൃതമല്ല. ഈ വചനം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറുകയാ. ഈ വചനം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുകയാ. ഈ വചനം ദൈവവചനേ നിന്റെ ജീവിതത്തിൽ ആമേൻ ഒരു ഉയർച്ചയ്ക്ക് കാരണമായി തീരുകയാ. ആടാരാബ ശീകാരാബ ഹംദാലാബ
Udaraba, Chikaram, the Vaidaraba, Dekaram, the Vaidaram, Prabhadirabda, Udababa, Ribadaba, Judabala, Rikadaba, Dekabarabadaba, Judabala, Budabala, Shakti Yode, Shakti Yode. Yes. Adaraba, Chikaraba, Haudaraba. Amen. ശക്തിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ മേൽ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യണമേ. ആ രാഗരാബ ശബ ഈ കബ രേഗബല അടബല ചീഡബാബ അംതൽ കൗഡബ ജുഗബല ഉഡബൽ കൗഡബ ഇഗബം പ്രബദബ ചീഡബല അടഗൽ കൽകബ റികബല അംതല ബൗഡബ അംതൽ കൽകബ അടഗ റികദ 2000 വർഷങ്ങൾക്കപ്പുറം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും തിബിരിയാസ് കടൽക്കരയിലും അത്ഭുതം ചെയ്തവനെ, ഇന്ന് രാത്രി അങ്ങയുടെ കരം എന്റെ മേൽ വെക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? നിന്റെ മേൽ അവന്റെ കരം ചലിക്കുകയാ. യെസ്, നിന്റെ കണ്ണുനീർ ഈ രാത്രിയും കർത്താവ് നമ്മെ ശക്തീകരിച്ചല്ലോ, ബലത്താൽ നിറച്ചല്ലോ, അവന്റെ വലിയ വിടുതൽ നമ്മുടെ മേൽ പകർന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ ശക്തീകരിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവ ശക്തീകരിപ്പാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതുശക്തത നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ കൃപ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി നമ്മുടെ മധ്യേ വചന ശുശ്രൂഷ കർത്താവിന് വലിയൊരു ദാസനെയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുവാൻ, പിന്നെയും അനേക വേദികളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ദൈവം ശക്തിപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം കരം വെക്കുവാൻ അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ടി ഫെർഡിനൻഡ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. കർത്തദാസന്മാരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് തലകളെ വണക്കാൻ വേണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോര സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 6ാം രാത്രികാലം കടന്നു വരുവാൻ സ്തോത്രം. പ്രിയപ്പെട്ട സഭയെ ദൈവം സഹായിച്ചു. കർത്താവേ, 21 ഉപവാസത്തിൽ ഹല്ലേലൂയ ദേവദാസന്മാരെ അയച്ച് ഞങ്ങൾക്കായി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ദൈവികാലോചനകൾക്കായി സ്തോത്രം. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ആവശ്യമായത് ദാസന്മാരിലൂടെ അവിടുന്ന് ദൈവജനത്തിന് നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ ഇന്ന് സന്ധ്യാസമയം ഞങ്ങളെ കൽപ്പിച്ച ദൈവികാലോചനകൾക്കായി സ്തോത്രം. ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുവാൻ സ്തോത്രം ദൈവം അടന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മേൽപ്രദേശത്ത് ശോഭിപ്പാൻ ഹല്ലേലൂയ ദാസന്മാരെ ഹല്ലേലൂയ വീണ്ടും അവിടുന്ന് കരങ്ങളിലെടുക്കണമേ കർത്താവ്. ഉപവാസം അതിന് മുഖാന്തരമാക്കണമേ കർത്താവേ. ഹല്ലേലൂയ 21 ഉപവാസം ഹല്ലേലൂയ PMG സഭകളുടെ ഹല്ലേലൂയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഹല്ലേലൂയ വലിയ വിടുതലിന് മുഖാന്തരം ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, അടുത്ത മാസം നടക്കേണ്ടതായ ഹല്ലേലൂയ ജനറൽ കൺവെൻഷൻ ഇത് ഏറ്റവും അനുഗ്രഹമാക്കണമേ കർത്താവ്. വസിക്കുന്ന അവിടുത്തെ മക്കളെല്ലാം അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ ദാസന്മാരെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ. ഹല്ലേലൂയ ദൈവജനം ഹല്ലേലൂയ ശക്തിയോടെ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവിടെ നിടയാക്കണമേ കർത്താവ്. വരും ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ സ്വർഗം അവിടുന്ന് ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഹല്ലേലൂയ പൽക്കാലങ്ങളാക്കി ഹല്ലേലൂയ രാത്രികാലങ്ങളാക്കി ദൈവം അവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ വചനം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ മറയ്ക്കണം, മനോമത്തോടെ എടുക്കണമേ. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ട് വിടിയിക്കണം പരമപിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് തന്ന എല്ലാ മറുപടികൾക്കായും ദൈവത്തെ സ്തുതിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണം.